നമസ്കാരം. നമ്മൾ കേട്ടിട്ടുണ്ട് ലക്ഷദ്വീപിൽ നിന്നുള്ള ഒരുപാട് വാർത്തകൾ. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളെല്ലാവരും. ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് കുരച്ച് രംഗത്ത് ചാടിയ രാജ്യദ്രോഹികളായിട്ടുള്ള ഒരു പെണ്ണുമ്പിള്ളയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടതാണ്. മാത്രമല്ല, മലയാള സിനിമയിൽ ഞാനാണ് വലിയ സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു എച്ചില് തീനി, ഇസ്ലാമിക ജിഹാദികളുടെ എച്ചില് തീനിയായിട്ടുള്ള ഒരുത്തനെയും നമ്മൾ കണ്ടതാണ്. തന്തയുടെ ഗുണത്തിന്റെ ആ ഒരു കോടിയിലൊരു അംശം പോലും കാണിക്കാത്ത ഒരു സുഡാപ്പി ഭീകര എച്ചില് തീനി. ആ എച്ചില് തീനിയൊക്കെ ഇന്നിപ്പോൾ ലക്ഷദ്വീപിനെ കൃത്യമായിട്ടും സ്പോൺസർ ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിജി അവിടെ സന്ദർശനം നടത്തുന്നു, ഒരു ചൂരൽ കസേര വലിച്ചിട്ടിരിക്കുന്നു. അതോടുകൂടി തന്നെ ലക്ഷദ്വീപിന്റെ പേര് ലോകത്താകമാനം വ്യാപിക്കുന്നു. ലക്ഷദ്വീപിലേക്ക് ടൂറിസ്റ്റുകളുടെ കുത്തൊഴുക്ക് വരുന്നു. അത്തരത്തിൽ എങ്ങനെയാണ് ഭാരതത്തിലെ ഓരോ പ്രദേശങ്ങളും തന്റെ കയ്യൊപ്പ് പതിപ്പിക്കേണ്ടതെന്ന് നരേന്ദ്രമോദിജി കൃത്യമായിട്ടും അറിയാം. ഇതൊക്കെ എന്തുകൊണ്ടായിരുന്നു ലക്ഷദ്വീപ് ഇങ്ങനെ ഒന്ന് കയ്യൊപ്പ് പതിപ്പിക്കേണ്ട അവസ്ഥ വന്നത് എന്നൊക്കെ നമ്മൾക്കറിയാം. എന്തായാലും നോക്കൂ, ലക്ഷദ്വീപിൽ നിന്നുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന രാജ്യദ്രോഹി മാധ്യമങ്ങൾ കാണിക്കാത്ത കുറെ ദൃശ്യങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തായിട്ടുണ്ട്. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. രാജ്യദ്രോഹി മാധ്യമങ്ങൾ മുക്കിയ ആ വാർത്ത, അത് കൃത്യമായിട്ട് ആ വീഡിയോ തന്നെ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഗംഭീരമാണ്, അതിഗംഭീരമാണ്. കണ്ടു നോക്കൂ. ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു. അത്രയും നന്ദിയുണ്ട്. ആരോഗ്യ ആയുസ്സും നൽകട്ടെയെന്ന് സാറിന്. वो कहता है कि आज वो जिंदा है कि मोदी के कारण है. तो मुझे तुम्हारे पड़ोस में रहने के लिए आना पड़ेगा. मोदी जी की നിങ്ങളുടെ അയൽവക്കത്ത് വന്ന് താമസിക്കണമെന്നുണ്ട്. आयुष्मान कार्ड नहीं होता तो आप क्या करते? मर जाएगा ये इसका अलावा, ऐसा बोलता है. मुझे बहुत खुशी हुई, आप सबसे मिलने का अवसर मिल रहा है कि आप लोगों को क्या क्या लाभ मिला और इसके कारण आपकी जिंदगी में क्या बदल आया, मैं आपसे सुनना चाहता हूँ. മോദി സാർ വന്നതിന് ശേഷം ഭയങ്കര പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപ് സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് അങ്ങനെ പൈസയും കാര്യം ഇല്ലാത്തതുകൊണ്ട് മോദി സാർ ഇങ്ങനെയൊക്കെ ഓരോ പുരോഗമനം കൊണ്ടുവന്നത് കൊണ്ട് വളരെ നന്ദിയാണ്. आपका सरकार आया है, इसके बाद बहुत विकास हुआ है लक्षद्वीप में. इससे इन लोगों को बहुत फायदा लाभ हुआ है. ഞാൻ ന്യൂട്രീൻ കാർഡാണ്. അപ്പൊ മോദി സാർ കൊണ്ടുവന്നത് കൊണ്ടു അഡ്മിനിസ്ട്രേറ്ററിനും മോദി സാറിനും ഭയങ്കര നന്ദി പറഞ്ഞുകൊണ്ടു ഞാൻ ന്യൂട്രൻ കാർഡാണ്. ഞാൻ നാച്ചുറൽ ഉണ്ടാക്കി നല്ല കൃഷിയിൽ നിന്ന് എനിക്ക് പച്ചക്കറി തെയ്യും ഫ്രൂട്ട്സ് തെയ്യും കിട്ടിയിട്ടുണ്ട്. വളവും സബ്സിഡി ആയിട്ട് തരുന്നുണ്ട്. അവർ ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട് ആഗസ്റ്റ് 15-ന് പച്ചക്കറി ഉണ്ടാക്കിയതിന്. അതുകൊണ്ട് വളരെ വളരെ നന്ദി. മോദി സാർ ഇങ്ങനത്തെ ഒരു സ്കീം കൊണ്ടുവരുന്നത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ये न्यूट्रीन गार्डन का काम चल रहा है. इसको बीज मिला है और सब्सिडी से ऑर्गेनिक फर्टिलाइजर भी मिला है और उन्हें अच्छा खेती किया है और इसको पुरस्कार और इनाम भी मिला है एडमिनिस्ट्रेटर से. അത് 1000-1500 രൂപ പച്ചക്കറി ഞങ്ങൾക്ക് കഴിച്ചിട്ട് പിന്നെ കൊടുക്കും. 1,500 रुपये का सब्जी बेचता है और इसका घर में और पड़ोसियों को और रिश्तेदार को मुफ्त देता है. इसके बाद तो मुझे तुम्हारे पड़ोस में रहने के लिए आना पड़ेगा. മോദി ജിക്ക് നിങ്ങളുടെ അയൽവക്കത്ത് വന്ന് താമസിക്കണമെന്നുണ്ട്. മോദിജി എന്റെ കാർഡ് പറഞ്ഞോളൂ, എന്താണുള്ളതെന്ന് പറഞ്ഞോളൂ, കിട്ടിയ ഗുണം പറഞ്ഞോളൂ. ഇത് എന്റെ ചെസ്റ്റ് വേദന ആയിട്ട് കരയിൽ പോയി, മൈലാറ്റിൽ പോയപ്പോൾ 2 ഓപ്പറേഷൻ എനിക്ക് വേണ്ടി വന്നു. 1.85 ലക്ഷം രൂപ മോദിജിന്റെ വക എനിക്ക് കിട്ടി. വളരെ സന്തോഷം. इसको चेस्ट में दर्द था. इधर के डॉक्टर ने कहा आप केरल में जाओ, ऑपरेशन करो. 2 सर्जरी किया. 1,42,000 रुपया का लाभ मिला. एक ही पैसा उसके जेब से नहीं चल गया. आयुष्मान कार्ड नहीं होता तो आप क्या करते? ഇതില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എല്ലാ ജീവൻ തന്നെ അപകടത്തിലായിരുന്നു. മർ ജായേഗാ യേ ഇസ്കാ അലാവ, ഐസാ ബോൽത്താ ഹൈ. സാറിന് കണ്ടതിൽ ഇത്തിരി തിരക്കിനിടയിൽ സാർ വന്ന് ഞങ്ങളെ എല്ലാവരെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഗ്രൂപ്പ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആയിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ സാറിനെ കാണാൻ വേണ്ടി. വളരെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് NRLM നിന്ന് ഗ്രൂപ്പ് വഴി പല സഹായം കിട്ടിയിട്ടുണ്ട്. ട്രെയിനിങ്ങിനും അതിന് വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കാനും മെന്റർമാരെല്ലാം വന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പൊ റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾ शुरुआती
सेल्फ हेल्प ग्रुप किया, इसको बहुत मदद मिला। डीएनआरआर का अधिकारियों ने मदद किया, मेंटर्स ने इसको एडवाइस दे दिया, और आजकल एक रेस्टोरेंट चल रहा है। ये सेल्फ हेल्प ग्रुप का रेस्टोरेंट चलता है। कितने हैं लोग सेल्फ हेल्प ग्रुप में? आपकी बहनें कितनी है? നിങ്ങൾക്ക് എത്ര ആളുണ്ട്? 12 പേര്. 15. നമസ്തേ മോദിജി, नमस्ते. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്തതിൽ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ PM കിസാന്റെ ഒരു ഇതാണ്. അപ്പൊ അതില് നമുക്ക് വർഷത്തിൽ 6000 രൂപ കിട്ടുന്നുണ്ട്. അതിലൂടെ നമുക്ക് 3 ഗഡുക്കളായിട്ടാണ് തരുന്നത്. അപ്പൊ ആ ഫസ്റ്റില് ഞാൻ ആ പൈസക്ക് സീഡ്സ് പിന്നെ തൈകളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ നല്ല രീതിയിൽ കൃഷി നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ ജീവിക്കാനും പറ്റുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൈസയും ലാഭിക്കാൻ പറ്റുന്നുണ്ട്. वो आपके बहुत बहुत धन्यवाद बोलता है, क्योंकि ये किसान सम्मान निधि का लाभार्थी है। इसको 6000 रुपया मिलता है, इसे बीज और फर्टिलाइजर सभी खरीदता है। आजकल उसका खेती अच्छी तरह चल रहा है और बहुत पैसा मिलता है, पैसा कमाना भी होता है। നമസ്കാരം മോദിജി, नमस्कार. ഞാൻ ഫിഷറീസിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു 1.5 ലക്ഷം രൂപ. ഒരു ബോട്ടും അതിനുള്ള സാമഗ്രികളെല്ലാം സാറിന്റെ ആ സ്കീം വന്നതുകൊണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട്. हाँ, ये मछुआर है, इसको अभी किसान बन गया वो लोग, और इसको 1.5 लाख रुपए का लोन मिला है बोट खरीदने के लिए, नेट खरीदने के लिए, और उसका कारोबार अभी अच्छी तरह चल रहा है। ഇൻഷുറൻസ് കാർഡിന്റെ ഇതിനാണ് 1 ലക്ഷം രൂപ പറഞ്ഞ സ്ഥിതിക്ക് പ്രൈവറ്റിൽ 1 ലക്ഷം രൂപയായിരുന്നു പറഞ്ഞത് സർജറിക്ക്. 8000 രൂപക്ക് ഞാൻ പോയി മെഡിക്കൽ കോളേജ്, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 8000 രൂപയ്ക്ക് ഈ കാർഡ് കാരണമാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു. അത്രയും നന്ദിയുണ്ട്. ആരോഗ്യ ആയുസ്സും നൽകട്ടെ എന്ന് സാറിന്. वो कहता है कि आज वो जिंदा है कि मोदी के कारण है, क्योंकि इसका तबीयत बहुत खराब था। बहुत पैसा बोला ये प्राइवेट हॉस्पिटल में, मगर उन्होंने कलमश्शेरी, केरल में कलमश्शेरी जाकर गवर्नमेंट मेडिकल कॉलेज से सर्जरी किया, सिर्फ 8000 रुपये में। अभी ठीक है? ये दिव्यांग के नाते जो मदद मिलता है वो सब मिला है आपको? നിങ്ങൾക്ക് ദിവ്യാംഗൻ എന്ന നിലയിൽ കിട്ടേണ്ട സഹായം കിട്ടിയോ? 1500 രൂപ കിട്ടുന്നുണ്ട് പെൻഷനായിട്ട്. എനിക്ക് ജോലിയും കാര്യവും ഒന്നും ഇല്ല ഇതുവരെ. 1500 रुपया पेंशन मिलता है, इसको कोई काम नहीं है, इसलिए बहुत मदद होता है पैसा से। आवास मकान मिला आपको? हाँ, मकान मिला, 1,20,000 रुपया मिला, वाह, और घर बनाया। താങ്ക് യു മോദിജി. കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 1.5 ലക്ഷം രൂപ ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ബനാന, കോക്കനറ്റ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് ബനാനയിൽ ഇതുവരെ 10 പൈസ കിട്ടിയിട്ടില്ല, 4 മാസമായിട്ടുള്ളൂ. കോക്കനറ്റ് ഒരു 3,000-3,500 തേങ്ങ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട്. ആ സ്കീം കിട്ടിയത് കൊണ്ട് പുറത്തുനിന്ന് പൈസ വാങ്ങേണ്ടി വന്നില്ല. ആ സ്കീം കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റി. इसको किसान क्रेडिट कार्ड का फायदा हुआ है, 1.5 लाख रुपए का लोन मिला है, बहुत अच्छा खेती कर रहा है बनाना और नारियल का। देखिए, किसान क्रेडिट कार्ड जो है वो फिशरमैन के भी काम आ सकता है, जो पशुपालन करता है उसको भी काम आ सकता है, और जो खेती करता है उसको भी काम आ सकता है। तो आप सबको बताइए, फिशरमैन भी इसका लाभ सकता है, किसान भी ले सकता है, പശുപാലക് भी ले सकता है। നോക്കൂ, കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുണഭോക്താക്കള് കൃഷിക്കാരുണ്ട്, മത്സ്യപ്രവർത്തകർക്കുണ്ട്, പിന്നെ ഈ പൗൾട്രി ഫാം, പശു പക്ഷി പരിപാലനം ഉണ്ടല്ലോ, മൃഗ പരിപാലനം, പക്ഷി പരിപാലനം, ഇത് ചെയ്യുന്നവർക്കുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാവരോടും പറയണം നിങ്ങൾ. ഈ 3 കൂട്ടർക്കും ഇത് കിട്ടും. നമസ്തേ മോദിജി, നമസ്തേ. എനിക്ക് ഉജ്ജ്വല ഗ്യാസാണ് ഫ്രീ കിട്ടിയത്. അതുകൊണ്ട് സാറിനോട് നന്ദി. इसको उज्ज्वला कनेक्शन मिला है, उज्ज्वला गैस मिला है। हाँ, मुफ्त गैस कनेक्शन मिला है। आपको धन्यवाद। എന്റെ ഒരു മോള് കോളേജിൽ പഠിക്കുന്നുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് വന്ന ശേഷം, കടമത്തിൽ വന്ന ശേഷം അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മോദിജി എന്റെ കയ്യിൽ സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി. അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാത്തതാണ്, കരയിൽ പോയി പൈസ പഠിക്കേണ്ടി ആയിരുന്നു. അതില്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. इसका बेटी इधर कटमत कॉलेज में पढ़ रहा है,
पहले इधर कॉलेज नहीं था, तो गरीब आदमियों को, ये जैसे गरीब आदमी अपने बच्चों को उधर भेजना, केरल भेजना मुश्किल था। आज इधर कॉलेज शुरू हुआ, उसका बेटी इधर पढ़ता है और अच्छा मार्क मिला है। ടൂറിസം ഗ്രാജുവേഷൻ. लेकिन आप लोग बच्चियों को पढ़ाओगे ना? കുട്ടികളെ പഠിപ്പിക്കല്ലേ നിങ്ങൾ? ये कॉलेज मैंने खास बच्चियों के लिए किया है. ഈ കോളേജുകളൊക്കെ നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയാണ് തുറന്നിരിക്കുന്നത്. हमारी सब बच्चियां पढ़नी चाहिए. നമ്മളെല്ലാ പെൺകുട്ടികളും പഠിക്കണം.